ക്രിസ്റ്റഫർ നോളന്റെ ഓപ്പൻഹൈമർ കണ്ട് രോമാഞ്ചം അടിച്ചതിൽ പകുതി പേര് പോലും കണ്ടിട്ടുണ്ടാവില്ല എന്നെനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു സീരീസാണിത്, റോക്കറ്റ് ബോയ്സ്. ഇതിനെക്കുറിച്ച് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, ഇത് മസ്റ്റ് വാച്ച്. ബ്രൂട്ടലി അണ്ടർറേറ്റഡ്. ഈ ഒരു സീരീസ് ഇപ്പോഴും മെജോറിറ്റി ഓഫ് ആൾക്കാരിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് ഒരു ഹൈലി പത്തറ്റിക് ആയിട്ടുള്ളൊരു അവസ്ഥയാണ്. ഇന്ത്യയിൽ ഇറങ്ങിയ മികച്ച സീരീസുകളിൽ ഒന്നായിരുന്ന സ്കാം 93ക്ക് ശേഷം സോണി ലീവ് ഇറക്കിയ മറ്റൊരു സീരീസാണ് ഈ റോക്കറ്റ് ബോയ്സ്. ഫോർ മീ സ്കാം 93യേക്കാൾ മികച്ചതാണ് ഈ റോക്കറ്റ് ബോയ്സ്. ഇന്ത്യ ആറ്റം ബോംബ് ഉണ്ടാക്കുന്നത് തടയാൻ വേണ്ടി ശ്രമിച്ച അമേരിക്കയുടെ CIA കണ്ണ് വെട്ടിച്ച് അബ്ദുൽ കലാമും അദ്ദേഹത്തിൻ്റെ ടീമും ഇന്ത്യസ് ഫസ്റ്റ് എവർ ആറ്റം ബോംബ് ഉണ്ടാക്കിയ കഥയാണ് റോക്കറ്റ് ബോയ്സ്. ഇത് കണ്ടിട്ടില്ലെങ്കിൽ വൻ നഷ്ടമാണ്. സീരീസ് എന്ന് കേട്ടിട്ട് നെറ്റ് ചുളിക്കാൻ വരട്ടെ. 8 എപ്പിസോഡുള്ള വെറും 2 സീസൺ മാത്രമേ ഇതിനുള്ളൂ. അതായത് ഒരു ദിവസം നിങ്ങൾ 40 മിനിറ്റ് മാറ്റിവെച്ചാൽ 16 ദിവസം കൊണ്ട് നിങ്ങൾക്ക് നമ്മുടെ രാജ്യത്ത് നിന്നുണ്ടായ ഒരു വേൾഡ് ക്ലാസ് പ്രൊഡക്ഷൻ കാണാം. ട്രസ്റ്റ് മീ, അത് നിങ്ങളത് ഒരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല. ഇതിൻ്റെ മേക്കിംഗ്, റൈറ്റിംഗ്, സിനിമാറ്റോഗ്രാഫി, ആക്ടിങ്, അതുപോലെ ഇതിൻ്റെ എക്സെപ്ഷണൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഇതിന് മ്യൂസിക്കിനെ കുറിച്ച് പറയുമ്പോൾ സ്കാം 93 എന്നുള്ള സീരീസിനെ വൈറലാക്കിയത് തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിരുന്നു, അതിൻ്റെ ടൈറ്റിൽ മ്യൂസിക്. അതേ മ്യൂസിക് ചെയ്ത അച്ചിൻ തക്കർ തന്നെയാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഇതും ഒരു വമ്പൻ ഐറ്റം തന്നെയാണ്. എല്ലാം ടോപ്പ് നോച്ചാണ്, പക്ക ഇൻ്റർനാഷണൽ സ്റ്റഫ്. ഓരോ എപ്പിസോഡിൻ്റെയും ക്വാളിറ്റി കിടിലാണ്. ഇതിൽ ഓരോ ക്യാരക്ടേഴ്സിനോടും നമുക്ക് ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ട്. അതിലൊക്കെ അവർ 100% വിജയിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ, അതായത് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യയിൽ സയൻസ് വളരാൻ വേണ്ടി ജീവിതം തന്നെ മാറ്റിവെച്ച ഹോമി ജെ ബാബ, വിക്രം സാരാഭായ് എന്നിവരുടെ ഒരു കഥയാണ് ഈ സീരീസ്. ഇതിൽ ഒരു പോയിന്റ് കഴിയുമ്പോൾ അബ്ദുൽ കലാമും ഈ കഥയിൽ വന്ന് ചേരുന്നുണ്ട്. ഇതിൽ അബ്ദുൽ കലാമായി അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ കണ്ണൂർ സ്കോഡ്, അതുപോലെ ഡിയർ ഫ്രണ്ട് എന്ന സിനിമയിലൊക്കെ അഭിനയിച്ച അർജുൻ രാധാകൃഷ്ണനാണ്. ആ ഒരു സമയത്തെ, അതായത് ഒരു 1950-60 കാലഘട്ടങ്ങളിലെ ഇന്ത്യൻ പൊളിറ്റിക്സിനെ കുറിച്ചൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഇതിൽ നെഹ്റു, അതുപോലെ ഇന്ദിരാഗാന്ധി എന്നിവരൊക്കെ ഇന്ത്യയിൽ സയൻസ് വളരാൻ വേണ്ടി കാണിച്ച സപ്പോർട്ടിനെ കുറിച്ചൊക്കെ കാണിക്കുന്നുണ്ട്. ഇതിൽ ജവഹർലാൽ നെഹ്റു ഒരു മുഖ്യ കഥാപാത്രമായിട്ട് തന്നെ സീരീസിൽ ഉടനീളമുണ്ട്. ഇത് ഹിസ്റ്റോറിക്കൽ അക്യുറേറ്റ് അല്ല എന്നൊക്കെ ഞാൻ കുറേ പോസ്റ്റുകളൊക്കെ ഒരുപാട് സ്ഥലത്ത് കണ്ടു. പക്ഷേ സിനിമാറ്റിക്കലി നോക്കുമ്പോൾ ഇതൊരു മാർവലസ് എക്സ്പീരിയൻസ് ആണ്. എന്ന് വെച്ചാൽ പക്ക ഗൂസ് ബംസ് ഐറ്റം. ഇന്ത്യയിലെ ആദ്യത്തെ, അല്ല ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ന്യൂക്ലിയർ റിയാക്ടറിന്റെ തുടക്കം, അതുപോലെ തുമ്പയിൽ വെച്ച് നടന്ന ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണം, ഇങ്ങനത്തെ ഒരുപാട് ഹിസ്റ്റോറിക്കൽ മൊമെന്റ്സിലൂടെ ഈ സീരീസ് കടന്നു പോകുന്നുണ്ട്. ഹിസ്റ്ററിയാണ് പറയുന്നതെങ്കിൽ പോലും പക്ക സിനിമാറ്റിക്കായി ത്രില്ലിംഗ് ആയിട്ടാണ് ഈ സീരീസ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് വീണ്ടും എനിക്ക് പറയാനുള്ളത്, ഇത് മസ്റ്റ് വാച്ച്.